നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കുവൈറ്റിൽ റമദാൻ മാസത്തിൽ ഹൈവേകളിൽ ട്രക്കുകൾ ഓടിക്കുന്നതിനുള്ള പുതുക്കിയ സമയം പ്രഖ്യാപിച്ച ഗതാഗത വകുപ്പ്. രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയും ട്രക്കുകൾ പ്രധാന റോഡുകളിൽ ഇറക്കുന്നതിനും വിലക്ക്. ബഹ്റിനിൽ കർശന പരിശോധനയുമായി ഗതാഗത വകുപ്പ്. നടപടി പ്രധാന റോഡുകളിൽ ലൈസൻസ് ആവശ്യമില്ലാത്ത ഇരുചക്ര വാഹനങ്ങൾ നിരോധിച്ചതിന് പിന്നാലെ നിയമം ലംഘിച്ച് നിരത്തിലിറക്കിയ 170 ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു. കുവൈറ്റിൽ അക്കാദമിക് ഇടപാടുകൾ ത്വരിതപ്പെടുത്തുന്നതിന് പുതിയ ഇലക്ട്രോണിക് സംവിധാനം വരുന്നു. സംവിധാനത്തിന്റെ അന്തിമഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ പ്രവാസികളുടെ അക്കാദമിക് ഇടപാടുകളുടെ കാലതാമസം ഒഴിവാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഗോൾഡൻ വിസ അനുവദിച്ച് UAE. ഗോൾഡൻ വിസ അക്കാദമിക് രംഗങ്ങളിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും. മഴയത്തും തളരാതെ ആശാ വർക്കർമാർ. മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചു മാറ്റിയിട്ടും സമരം തുടർന്ന് ആശാ വർക്കർമാർ. സമരപ്പന്തൽ സന്ദർശിച്ച് സുരേഷ് ഗോപി. ആശാ വർക്കർമാരുടെ നിയമസഭാ മാർച്ച് നാളെ. നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഒരു വൺവേ ആകാതെ സമൂഹം സ്ത്രീയും പുരുഷനും ഒന്നിച്ച് മുന്നേറാൻ അനുവദിക്കുന്ന ഒരു ഹൈവേ ആകണമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ സ്ത്രീ പുരുഷൻ സമത്വത്തിൻ്റെയും സഹകരണത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മാതാവിനെ ഈശ്വരനായി കാണുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റെതെന്നും പുതുതലമുറയ്ക്ക് മൂല്യം പകർന്നു നൽകേണ്ടത് അമ്മമാരെന്നും സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ലോക നന്മയ്ക്കായി സ്ത്രീകൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും നാഗർകോവിലിൽ നടന്ന കർമ്മയോഗിനി സംഗമത്തിൽ അമ്മ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്ക്. കേരളവുമായുള്ള ഫൈനൽ പോരാട്ടം സമനിലയിൽ. വിദർഭയുടെ നേട്ടം 1-ാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ. ഒരു മത്സരം പോലും തോൽക്കാത്ത കേരള ടീമിന് വൻ വരവേൽപ്പ് നൽകാൻ ക്രിക്കറ്റ് അസോസിയേഷൻ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 44 റൺസ് ജയം. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ റമദാൻ മാസത്തിൽ ഹൈവേകളിൽ ട്രക്കുകൾ ഓടിക്കുന്നതിനുള്ള പുതുക്കിയ സമയം ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ചു. പുതിയ പദ്ധതി പ്രകാരം റമദാൻ മാസത്തിൽ രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയും ട്രക്കുകൾ പ്രധാന റോഡുകളിൽ ഓടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിനായി സർക്കാർ ഓഫീസുകളിലും ജോലി സമയം ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട്. എങ്കിലും നിലവിലെ സ്ഥിതി അനുസരിച്ച് ഗതാഗത തിരക്കിന് വലിയ കുറവൊന്നുമില്ല. ബഹ്റിനിൽ പ്രധാന റോഡുകളിൽ ലൈസൻസ് ആവശ്യമില്ലാത്ത ഇരുചക്ര വാഹനങ്ങൾ നിരോധിച്ചതിന് പിന്നാലെ കർശന പരിശോധനയുമായി ഗതാഗത വകുപ്പ്. നിയമം ലംഘിച്ച് നിരത്തിലിറക്കിയ 170 ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു. ലൈസൻസ് ഇല്ലാത്ത ഇരുചക്ര വാഹനങ്ങളുടെ ഉപയോഗം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനെ തുടർന്നാണ് പ്രധാന പാതകളിൽ നിരോധിച്ചത്. നിയമം ലംഘിച്ചാൽ വാഹനങ്ങൾ കണ്ടുകെട്ടുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സ്കൂട്ടറുകൾ, സൈക്കിളുകൾ എന്നിവയ്ക്കാണ് ഫെബ്രുവരി 9 മുതൽ നിരോധനം ഏർപ്പെടുത്തിയത്. കുവൈറ്റിൽ പ്രവാസികളുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളും അക്കാദമിക് യോഗ്യതകളും അംഗീകരിക്കുന്നതിനുള്ള ഇടപാടുകൾ ത്വരിതപ്പെടുത്തുന്നതിന് പുതിയ ഇലക്ട്രോണിക് സംവിധാനം നിലവിൽ വരുന്നു. ഇതിനായി മാനവശേഷി പൊതുസമിതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഏകോപനം നടത്തിവരികയാണെന്ന് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിന് നീണ്ട കാലതാമസമാണ് നേരിടുന്നത്. ഇതുമൂലം വിസ പുതുക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ തടസ്സങ്ങൾ നേരിടുന്നതായി നിരവധി പ്രവാസികളിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിനായി പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനം വികസിപ്പിക്കുന്നത്. മാനവശേഷി സമിതിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവും തമ്മിൽ ഇലക്ട്രോണിക് വഴി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ സംവിധാനത്തിന്റെ അന്തിമഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ പ്രവാസികളുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളും അക്കാദമിക് യോഗ്യതകളും അംഗീകരിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാകും.
UAE വിദ്യാഭ്യാസ മേഖലയിൽ 10,000-ലേറെ ഗോൾഡൻ വിസ അനുവദിച്ചുവെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. അക്കാദമിക് രംഗങ്ങളിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കുമാണ് ഗോൾഡൻ വിസ ലഭിച്ചത്. വിവിധ രംഗങ്ങളിൽ മികവ് കാഴ്ചവെച്ചവർക്കും നിക്ഷേപകർക്കും കലാകാരന്മാർക്കുമൊക്കെയാണ് UAE 10 വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസ അനുവദിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 16,456 പേർക്ക് ഗോൾഡൻ വിസ നൽകിയെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ, വിദേശ സർവകലാശാലകളിൽ നിന്നും ഉന്നത ബിരുദം നേടിയവർ എന്നിവർക്കാണ് ഗോൾഡൻ വിസ അനുവദിച്ചത്. ഇവരിൽ 10,710 പേർ സ്കൂൾ വിദ്യാർത്ഥികളാണ്. സർവകലാശാലകളിൽ നിന്നും ഉന്നത ബിരുദം നേടിയ 5,246 പേർക്കും ഗോൾഡൻ വിസ ലഭിച്ചു. 337 വിദ്യാഭ്യാസ വിദഗ്ധർ, അന്താരാഷ്ട്ര സർവകലാശാലകളിൽ നിന്നും ബിരുദം നേടിയ 147 പേർ, വിദ്യാഭ്യാസ രംഗത്ത് നിന്നുമുള്ള ശാസ്ത്രജ്ഞരായ 16 പേർ എന്നിവർക്കാണ് UAE ഗോൾഡൻ വിസ ലഭിച്ചത്. മലയാളികളടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിരവധി പേർക്കും ഗോൾഡൻ വിസ ലഭിച്ചിട്ടുണ്ട്. അക്കാദമിക് നിലവാരം മാത്രമല്ല, രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ച പങ്കുകൂടി പരിഗണിച്ചാണ് ഗോൾഡൻ വിസകൾ അനുവദിക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ നിന്നും കഴിവുള്ളവരെ ആകർഷിക്കാനും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിനുമാണ് വിദ്യാഭ്യാസ രംഗത്ത് UAE ഗോൾഡൻ വിസ അനുവദിച്ചത്. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിലെ വിപണികളിൽ ലഭ്യമായ ഹാനികരമായ ചിക്കൻ സ്റ്റോക്കിനെതിരെ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മർഗറ്റി ട്രേഡ് മാർക്കറ്റിൽ ഈജിപ്തിൽ നിർമ്മിച്ച് 480 ഗ്രാം തൂക്കമുള്ള പാക്കറ്റുകളായി പ്രാദേശിക വിപണിയിൽ വിതരണം ചെയ്യുന്ന ചിക്കൻ സ്റ്റോക്കിനെതിരെയാണ് മുന്നറിയിപ്പ്. ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്നത് വിലക്കുള്ള കൃത്രിമ നിറങ്ങളായ സുഡാൻ 4, സുഡാൻ 1, ഡിമെയ്ത്തി 1, യെല്ലോ എന്നീ കളറുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഹാനികരമായ ഉൽപ്പന്നം പ്രാദേശിക വിപണിയിൽ നിന്നും പിൻവലിക്കാൻ ആവശ്യമായ മുഴുവൻ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സൗദിയിൽ ഭക്ഷ്യ നിയമം ലംഘിക്കുന്നവർക്ക് 10 വർഷം വരെ തടവും 1 കോടി റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഔട്ട്സോഴ്സായ BLS പാസ്പോർട്ട് കേന്ദ്രം റമദാൻ മാസത്തെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. കുവൈറ്റ് സിറ്റി, ജലീബ് അൽ ഷുയൂഖ്, ഫലാഹിൽ, ജഹ്റ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ പാസ്പോർട്ട്, വിസ, കോൺസുലാർ അറ്റസ്റ്റേഷൻ എന്നിവയ്ക്കായുള്ള BLS ഔട്ട്സോർട്ടിംഗ് കേന്ദ്രം ശനിയാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ആയിരിക്കും. വെള്ളിയാഴ്ച ഒഴിവു ദിനമായിരിക്കും. കോൺസുലാർ അറ്റസ്റ്റേഷനായി BLS സെന്ററുകളിൽ നിക്ഷേപിക്കുന്ന രേഖകൾ അടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 3 മുതൽ 4 വരെ അതത് BLS സെന്ററുകളിൽ അപേക്ഷകർക്ക് തിരികെ നൽകും. അടിയന്തര സാഹചര്യങ്ങളിൽ അതേ ദിവസത്തെ അറ്റസ്റ്റേഷന്റെ അഭ്യർത്ഥനകൾ അടിയന്തരാവസ്ഥയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി കേസ് ടു കേസ് അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. കുവൈറ്റിൽ വാഹനമോഷണത്തിൽ ഏർപ്പെട്ടിരുന്ന സംഘത്തെ സുരക്ഷാ വിഭാഗം പിടികൂടി. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രൊഫഷണൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും അടങ്ങുന്ന സംഘമാണ് അറസ്റ്റിലായത്. വിശദമായ അന്വേഷണത്തിൽ തൊഴിലില്ലാത്ത പുരുഷനും സ്ത്രീയും സ്വദേശികളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മോഷ്ടിച്ച വാഹനങ്ങൾ കുറഞ്ഞ സമയത്തേക്ക് ഉപയോഗിച്ച ശേഷം അതിലെ സാധനങ്ങൾ കവർന്ന് ഉപേക്ഷിക്കുന്നതായിരുന്നു ഇവരുടെ രീതി. അന്തലസ് എന്ന പ്രദേശത്ത് നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. വിവിധ ഗവർണറേറ്റുകളിലായി 22 വാഹന മോഷണങ്ങൾ നടത്തിയതായി അവർ സമ്മതിച്ചു. 15 മോഷ്ടിച്ച വാഹനങ്ങളും നിരവധി മോഷ്ടിച്ച സാധനങ്ങളും അധികൃതർ കണ്ടെടുത്തു. പ്രതികളെയും കണ്ടെടുത്ത മോഷ്ടിച്ച വസ്തുക്കളും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറി. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മണി എക്സ്ചേഞ്ചുകൾ വഴി പ്രവാസികൾ നാട്ടിലേക്ക് അയച്ച പണം കൈമാറുന്നത് വൈകുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ നാട്ടിലേക്ക് അയച്ച പണം പലരുടെയും അക്കൗണ്ടുകളിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 1 വരെ അവധിയായിരുന്നു. ഈ ദിവസങ്ങളിൽ പ്രാദേശിക ബാങ്കുകളുടെ പ്രവർത്തനം മുടങ്ങിയതിനെ തുടർന്ന് അതാത് രാജ്യങ്ങളിലെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആവശ്യമായ ഫണ്ട് കൈമാറാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഉപഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് എന്നാണ് എക്സ്ചേഞ്ച് കമ്പനികളുടെ വിശദീകരണം. പല തൊഴിലാളികൾക്കും പ്രതിമാസ ശമ്പളം ഇത്തവണ നേരത്തെ ലഭിച്ചതും റമദാൻ മാസത്തിന് മുന്നോടിയായി പ്രവാസികളുടെ പണം അയക്കൽ വർദ്ധിച്ചതുമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും എക്സ്ചേഞ്ച് കമ്പനികൾ അറിയിച്ചു. സൗദിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധി ദിനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കലണ്ടർ രക്ഷിതാക്കൾക്ക് ലഭിച്ചു. സൗദിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാർച്ച് 20 വ്യാഴാഴ്ച മുതൽ ഈദുൽ ഫിത്തർ അവധി ആരംഭിക്കും. വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഇന്നു മുതൽ സ്കൂളുകളിൽ 3ാം സെമസ്റ്റർ ആരംഭിച്ചു. ഈദുൽ ഫിത്തർ അവധി പൂർത്തിയായി. ഷവ്വാൽ 8-ന് ഞായറാഴ്ച സ്കൂളുകൾ തുറക്കും. ദുൽഖഅദ 6-7 തീയതികളിലായിരിക്കും അവധി.
ദുൽഹജ്ജ് 3 വെള്ളിയാഴ്ച ബലിപ്പെരുന്നാൾ അവധി ആരംഭിക്കും. ബലിപ്പെരുന്നാൾ അവധി പൂർത്തിയായി ദുൽഹജ്ജ് 19 സ്കൂളുകൾ തുറക്കും. ഹിജ്റ 1447 മുഹറം 1 അഥവാ ജൂൺ 26 വേനലവധിക്ക് തുടക്കമാകും. വേനലവധി പൂർത്തിയായി റബിയുൽ അവൽ 1 അഥവാ ഓഗസ്റ്റ് 24 പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. റമദാൻ മാസത്തിൽ ഭംഗിയായി വീടുകൾ അലങ്കരിക്കുന്നവർക്ക് 1 ലക്ഷം ദിർഹം സമ്മാനം പ്രഖ്യാപിച്ച് ദുബായ് മീഡിയ ഓഫീസിന് കീഴിലുള്ള ബ്രാൻഡ് ദുബായും ഫർജാൻ ദുബായും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. UAE പ്രഖ്യാപിച്ച ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ കൂടി ഭാഗമായാണ് മനോഹരമായി വീട് അലങ്കരിക്കുന്നവരെ കണ്ടെത്താനുള്ള മത്സരം. 2ാം സ്ഥാനം നേടുന്നവർക്ക് 60,000 ദിർഹവും 3ാം സ്ഥാനക്കാർക്ക് 40,000 ദിർഹവും സമ്മാനമായി ലഭിക്കും. പങ്കെടുക്കുന്ന 7 പേർക്ക് ഉംറ യാത്രയ്ക്കുള്ള അവസരവും ലഭിക്കും. മാർച്ച് 21 വരെയാണ് മത്സരത്തിന്റെ കാലാവധി. ഭംഗിയായി അലങ്കരിച്ച വീടുകളുടെ വീഡിയോ ചിത്രീകരിച്ച് റീലായി ബ്രാൻഡ് ദുബായ്, ഫർജാൻ ദുബായ് എന്നിവയെ ടാഗ് ചെയ്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ദുബായ് നിവാസികൾക്ക് മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം. അക്ഷരം വായനാവേദി ജിദ്ദയിൽ ചർച്ചാ സംഗമവും സമ്മാന വിതരണവും സംഘടിപ്പിച്ചു. തണലാണ് കുടുംബം എന്ന പേരിൽ തനിമ നടത്തുന്ന ക്യാമ്പയിനോട് അനുബന്ധിച്ചായിരുന്നു ചർച്ചാ സംഗമം. പ്രഭാഷകനും എഴുത്തുകാരനുമായ MM അക്ബർ രചിച്ച് IPH പ്രസിദ്ധീകരിച്ച ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി NG അബ്ദുള്ള പെരിങ്ങാടി സംസാരിച്ചു. ജെൻഡർ ന്യൂട്രാലിറ്റി മാനവിക വിരുദ്ധമായ ആശയമാണെന്നും മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായ കുടുംബം എന്ന സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതുമാണെന്നും അദ്ദേഹം പറഞ്ഞു. സാദിഖ് അലി തുവൂർ ആമുഖ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ മുസാഫിർ, സലാഹ് കാരാടൻ, നാസർ വെളിയംകോട്, AM സജിത്ത്, സലീന മുസാഫിർ, റെജിയ വീരാൻ എന്നിവർ സംസാരിച്ചു. ഗൃഹാതുരത്വം തേടുന്ന എന്റെ അവധിക്കാലം എന്ന വിഷയത്തിൽ നേരത്തെ സംഘടിപ്പിച്ച രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. KM അനീസ് അവതാരകനായിരുന്നു. നൌഷാദ് നിഡോളി, അബു താഹിർ, സൈനുൽ ആബിദീൻ, റിയാസ് കണ്ണൂർ, കുട്ടി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ നോക്കാം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ നിയമസഭാ മാർച്ച് നാളെ. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം. ആശമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നാളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും 13 ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ചും സംഘടിപ്പിക്കും. അതേസമയം നാളത്തെ നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടാകണമെന്ന തരത്തിലുള്ള ചർച്ചകൾ ആശമാരുടെ സമൂഹമാധ്യമ ഗ്രൂപ്പിൽ നടന്നതായുള്ള സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചുള്ള ആരോപണം ശക്തമായി ഉയരുന്നുണ്ട്. ആശാപ്രവർത്തകർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ പോലീസ് ഇടപെട്ടഴിപ്പിച്ചു. സമരപ്പന്തലിൽ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നും എത്തിയിരുന്നു. കനത്ത മഴയെ അവഗണിച്ചാണ് അദ്ദേഹം ആശാപ്രവർത്തകരെ കാണാൻ എത്തിയത്. സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല. കാരണം ഞങ്ങൾ വനിതകൾ വളരെ സമാധാനപരമായി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ പെരുമഴയത്തും പ്രളയ സമയത്തും ഈ ഉരുൾപൊട്ടൽ സമയത്തും കൊടും വേനലിലുമെല്ലാം യാതൊരു മുടക്കവും കൂടാതെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആശാവർക്കർമാർ. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഈ തെരുവിൽ കിടക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് തലയ്ക്ക് മുകളിൽ വലിച്ചു കെട്ടിയതിനെ പോലീസ് അർദ്ധരാത്രി വന്ന് അഴിപ്പിക്കുകയാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് പുത്തരിയല്ല, ഞങ്ങളുടെ ആളുകൾക്കതൊരു പുത്തരിയല്ല. കാരണം ഈ പെരുമഴയത്തൊക്കെ തന്നെയാണ് ജീവിതവും പ്രവർത്തനവും ഒക്കെ നടക്കുന്നത്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ഒരു രാത്രിയിൽ ഒരു മഴ നനയാതിരിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറയുമ്പം അത് കാണണം. കേരളം കാണുകയാണ്, കാണട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പിന്നോട്ട് പോക്കില്ല. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് കൂടുതൽ വ്യക്തമാകുകയാണ്. ഗവൺമെൻറ് പിടിവാശി ഉപേക്ഷിക്കണം, നമ്മളുമായിട്ട് സമരക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകണം. ഞങ്ങളെ സംബന്ധിച്ചൊരു പിന്നോട്ട് പോക്കില്ല. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണം. കണ്ണൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് കർഷകന് ദാരുണാന്ത്യം. പാനൂർ സ്വദേശി ശ്രീധരനാണ് കൊല്ലപ്പെട്ടത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ആക്രമിച്ച കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. സ്വന്തം കൃഷിയിടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കെയാണ് ശ്രീധരനെ കാട്ടുപന്നി ആക്രമിക്കുന്നത്. ദേഹമാസകലം മുറിവേറ്റതിനെ തുടർന്ന് ശ്രീധരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മൃതദേഹം തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ കാട്ടുപന്നി കുത്തുന്നതാണ് കണ്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാലത്ത് 8 മണിക്ക് പാലെല്ലാം വാങ്ങിച്ച് ഒരു 8:45 മണിക്ക് അങ്ങനെ പോയതാണ്. അതിനുശേഷം ഞാൻ വീട്ടിൻ്റെ ഇടവരാണ് പന്നീനെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ പോകുന്നത് വയലിലേക്ക് കാലിന് പോയാൽ. അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ 9 മണി ഇങ്ങനെ കുത്തിയറിയിട്ട് വയലും വിളിക്കുന്നത്. ഉയർന്ന ജനസാന്ദ്രതയുള്ള മേഖലയാണ് പാനൂർ. വ്യവസായ സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളുമുള്ള സ്ഥലത്താണ് ഇപ്പോൾ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.
ഇവിടെ കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതിയുമുണ്ടായിരുന്നു. ഈ വർഷം മാത്രം വന്യജീവി ആക്രമണത്തിൽ 15 പേർക്ക് ജീവൻ നഷ്ടമായി. 13 പേർക്ക് കാട്ടാനയുടെ ആക്രമണത്തിലും ഒരാൾക്ക് കടുവയുടെ ആക്രമണത്തിലുമാണ് ജീവൻ നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് അമൃത TV. കണ്ണൂർ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്ഥലം പരിശോധിച്ച ഉടൻ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കളക്ടർക്കും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശ്നബാധിത മേഖലയിലല്ല കാട്ടുപന്നി ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വിവരം പുറത്ത്. കേസിലെ പ്രധാന പ്രതിയുടെ പിതാവ് TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത്. അതേസമയം താമരശ്ശേരി SHO സായൂജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കും കണ്ടെടുത്തു. കൊലപാതകം ആസൂത്രിതമാണെന്നും പ്രതികളുടെ രക്ഷിതാക്കളുടെ അറിവോടെയാണ് കൃത്യം നടത്തിയതെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസിലെ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധങ്ങളുണ്ടെന്ന് തെളിയുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രധാന പ്രതിയുടെ പിതാവ് TP വധക്കേസ് പ്രതി TK രാജേഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾക്ക് ആയുധങ്ങൾ നൽകിയത് അവരുടെ പിതാവാണെന്നും ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഇക്ബാൽ പറഞ്ഞു. ഈ ചെയ്ത പിള്ളേരെ രക്ഷിതാക്കൾ ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്യും പറഞ്ഞാൽ എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഉൾഭയമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമപരമായിട്ട് അവർക്ക് കിട്ടാവുന്ന ശിക്ഷ തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കണം. ഗവൺമെൻറ്റിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നിയമത്തിൻ്റെതും പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് ഇനി മറ്റൊരു അച്ഛനമ്മമാർക്ക് ഉണ്ടാവാൻ പാടില്ല. താമരശ്ശേരി SHO സായൂജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 5 പ്രതികളുടെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക് കണ്ടെത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ കൂടുതൽ പേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെടുത്തൽ. പോലീസിനോടും ആശുപത്രി സെല്ലിൽ സന്ദർശിച്ച മാനസിക വിദഗ്ധരോടുമാണ് അഫാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിൽ കഴിയുന്ന പ്രതിയെ ജയിലിലേക്ക് മാറ്റും. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ പ്രതി അഫാൻ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ബന്ധുക്കളായ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായാണ് അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഉറ്റ ബന്ധുക്കളായ തട്ടത്തുമല സ്വദേശികളായ അമ്മയെയും മകളെയും കൊലപ്പെടുത്താനായിരുന്നു അഫാന്റെ നീക്കം. പോലീസിൽ കഴിയവേ തന്നെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരോടും അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് 5 ലക്ഷം രൂപ ഈ കുടുംബത്തോട് ചോദിച്ചിരുന്നുവെങ്കിലും പണം നൽകാതിരുന്നത് പകയ്ക്ക് കാരണമായി. കുടുംബത്തെ സഹായിക്കാത്ത അമ്മാവനോടും പക തോന്നിയെന്നും അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പ്രായക്കുറവ് മനസ്സിലേക്ക് വന്നതിനാലാണ് കൊല്ലാനുള്ളവരുടെ ലിസ്റ്റിൽ പെടുത്തിയില്ലെന്നുമാണ് അഫാൻ പറയുന്നത്. ഇതിനിടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായത് ചിട്ടിയും വായ്പയിലൂടെയുമാണെന്ന് ഇക്കാര്യം അഫാനും മാതാവും അബ്ദുൾ റഹീമിനെ അറിയിച്ചിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം നിലവിലെ പരിശോധനാ റിപ്പോർട്ടുകളിൽ അഫാൻ രാസലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും തെളിഞ്ഞു. അഫാനെ ഉടൻ പോലീസ് ജയിലിലേക്ക് മാറ്റും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്നാണിത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് പിന്നിൽ മതതീവ്ര സംഘടനകളെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു. അക്രമങ്ങൾ നടത്തുന്നത് വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ്. അക്രമങ്ങൾക്കും ലഹരി മാഫിയയ്ക്കും CPM നേതാക്കൾ ഒത്താശ ചെയ്യുകയാണെന്നും K സുരേന്ദ്രൻ ആരോപിച്ചു. 9 വർഷത്തെ പിണറായി ഭരണത്തിൽ കേരളം അക്രമങ്ങളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും നാടായി മാറിയെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. അക്രമങ്ങൾക്ക് പിന്നിൽ പരിശീലനം ലഭിച്ചവരാണ്. വെഞ്ഞാറമൂട് കൊലപാതകത്തിലും വിദഗ്ധ പരിശീലനം ലഭിച്ചെന്നാണ് സംശയിക്കുന്നത്. സ്കൂളുകൾക്ക് മുന്നിൽ പോലും മയക്കുമരുന്നുകൾ ലഭിക്കുന്ന സ്ഥിതിയാണ്. കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എത്ര സ്കൂൾ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് രാസലഹരിയുള്ള മയക്കുമരുന്നുകൾ കണ്ടെത്തി? എന്തുമാത്രം കോൾഡ് ബ്ലഡഡ് കൊലപാതകങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതുവരെ നാം കേരളത്തിൽ കണ്ടിട്ട് ഇത്രയും വലിയ ഇങ്ങനത്തെ കൊലപാതക രീതികൾ. PFI നിരോധനത്തിന് ശേഷം അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ശക്തമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. 4 മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ അതിൽ 2 മതതീവ്രവാദ സംഘടനകളും 2 DYFIയുമാണ്. CPM ലോക്കൽ ബ്രാഞ്ച് നേതാക്കൾ പ്രതികൾക്ക് ഒത്താശ ചെയ്യുകയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഭയാനകമാണ്. ഏത് നിമിഷം വേണേലും ആരും കൊല്ലപ്പെടാം.
BJP ലഹരിക്കെതിരെ പ്രചാരണവും പ്രതിഷേധവും സംഘടിപ്പിക്കും. മാർച്ച് 8-ന് സ്ത്രീകളെ അണിനിരത്തി പ്രതിഷേധം നടത്തുമെന്നും സുരേന്ദ്രൻ ഈരാറ്റുപേട്ടയിൽ പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്തെ ഭവനരഹിതർക്ക് കിടപ്പാടമൊരുക്കുന്ന സർക്കാർ പദ്ധതിയായ ലൈഫ് മിഷൻ പാതി വഴിയിൽ നിലച്ചതോടെ സ്വന്തമായൊരു വീട് സ്വപ്നമായി മാറിയിരിക്കുകയാണ് ആലുവയിലെ 600ഓളം കുടുംബങ്ങൾക്ക്. ആലുവ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണ് കിടപ്പാടത്തിനു വേണ്ടി അലയുന്നത്. ലൈഫ് മിഷൻ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടും ഇതുവരെയും നടപടികൾ ഉണ്ടായിട്ടില്ല. ചൂർണിക്കര പഞ്ചായത്തിൽ മിച്ചഭൂമി കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെയും അനുയോജ്യമായ ഭൂമി കണ്ടെത്താനോ ഭവന നിർമ്മാണം ആരംഭിക്കാനോ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഭൂമാഫിയകൾ സർക്കാർ ഭൂമിയടക്കം കയ്യേറിയിട്ടുണ്ടെന്നാണ് ജനങ്ങളുടെ പരാതി. ചൂർണിക്കര ദേശായി ഗ്രൂപ്പിന്റെ കൈവശമുള്ള 22 ഏക്കറിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന നാട്ടുകാരുടെ പരാതി പ്രകാരം പുറമ്പോക്ക് ഭൂമി കണ്ടെത്താൻ കളക്ടർ ഉത്തരവിട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. ഭൂമി സർവേ നടത്തി അളന്നു തിരിക്കാനുള്ള നടപടികളിൽ നിന്നും റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായത്. 22 ഏക്കറിൽ മിച്ചഭൂമി കണ്ടെത്തിയാൽ നിരവധി കുടുംബങ്ങൾക്ക് വീടൊരുക്കാമെന്ന് ആക്ഷൻ കൗൺസിൽ കൺവീനർ പി നാരായണൻകുട്ടി പറയുന്നു. വ്യത്യസ്ത സർവേ നമ്പറുകളിൽ 22 ഏക്കർ ഭൂമി, പിന്നെ അനുബന്ധമായിട്ടൊരു 85 സെൻറ്റ് ഭൂമി. അപ്പോൾ കളക്ടർ ഇത് മനസ്സിലാക്കിയിട്ട് പരിശോധിച്ച ശേഷമാണ് കളക്ടർ ഒരു ഉത്തരവ് കൊടുത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് വന്നിട്ട് ഒരു വർഷത്തിനിടയ്ക്ക് 3 ഉത്തരവുകൾ കളക്ടർക്ക് നൽകേണ്ടി വന്നു. റവന്യൂ അധികാരികളുടെ മെല്ലെ പോക്ക് അതിനേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹകരമായി മാറിയത് നിർഭാഗ്യവശാൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ദേശായിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന പോലുള്ള ഏർപ്പാടുകളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്തിൽ ഭൂമിയില്ലെന്നാണ് അധികൃതരുടെ വാദം. പഞ്ചായത്തിലെ സാധാരണക്കാരായ പലർക്കും സ്വന്തമായി ഭൂമി പോലുമില്ല. ഭീമമായ തുക വാടക നൽകിയാണ് ഇവർ താമസിക്കുന്നത്. ഒരു വാർഡ് മെമ്പർമാരും ഒരു രാഷ്ട്രീയ പ്രതിനിധികളും ഇതുവരെ ഇറങ്ങി തിരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ട് പോകും. നമ്മളുടെ പഞ്ചായത്തിൽ എവിടെയൊക്കെ മിച്ചഭൂമികൾ കിടക്കുന്നുണ്ട്, അത് ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ളൊരാവശ്യമാണ് പാർപ്പിടമെന്നുള്ളത്. അത് നടപ്പാക്കാതെ സ്റ്റേഡിയം, കളിസ്ഥലം അതല്ല പ്രധാനം. അപ്പോൾ ഇത് നടത്തി നമുക്ക് മുമ്പോട്ട് കൊണ്ടുതരണം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും സമരം ചെയ്യുന്നതായിരിക്കും. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിനെതിരെയും റവന്യൂ അധികൃതർക്കെതിരെയും ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ആലുവ ചൂർണിക്കര പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള മിച്ചഭൂമികൾ കണ്ടെത്താനുള്ള നടപടികൾ പാതി വഴിയിലായതോടെ അനാഥരായി തുടരുന്നത് 600ഓളം കുടുംബങ്ങളാണ്. ക്യാമറമാൻ ബൈജുവിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സ്ത്രീകളുടെ പങ്ക് മഹത്തരമാണെന്നും സ്ത്രീയും പുരുഷനും തുല്യഭാവത്തോടെ ലോക നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സേവാഭാരതി ദക്ഷിണ തമിഴ്നാട് ഘടകം നാഗർകോവിലിൽ സംഘടിപ്പിച്ച കർമ്മയോഗിനി സംഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. RSS കാര്യവാഹക ദത്താത്രേയ ഹോസബിള മുഖ്യപ്രഭാഷണം നടത്തി. 1.5 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്ത കർമ്മയോഗിനി സംഗമത്തിൽ ആത്മീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളായ വനിതകളെ പാദപൂജ നടത്തി ആദരിച്ചു. വനിതാ ശാക്തീകരണം വിളിച്ചോതിയ കർമ്മയോഗിനി സംഗമം ആത്മീയ ജീവകാരുണ്യ രാഷ്ട്രസേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളുടെ മഹാസംഗമമായി മാറി. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നടന്ന സംഗമത്തിന് നാഗർകോവിലിലെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വേദിയായി. വൈകിട്ട് 4 മണിയോടെ വേദിയിലെത്തിയ അമ്മ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീശക്തി ഉണരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും കർമ്മയോഗിനി സ്ഥാനത്തേക്ക് അവർ ഉയരണമെന്നും അമ്മ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ സ്ത്രീകളുടെ പങ്ക് മഹത്തരമാണെന്നും അമ്മ ചൂണ്ടിക്കാട്ടി. സനാതന ധർമ്മം പാലിച്ച് മൂല്യബോധത്തിലൂടെ അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതിന്റെ പ്രാധാന്യവും അമ്മ ഓർമ്മിപ്പിച്ചു. ധീരവനിതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിനും സാമൂഹ്യ പുരോഗതിക്കും തങ്ങളുടേതായ പങ്ക് നിർവഹിക്കാൻ മുന്നോട്ട് വരുന്ന സ്ത്രീശക്തിയുടെ ഒത്തുചേരലാണ് ഈ സമ്മേളനം. അതുകൊണ്ട് സ്ത്രീ ഉണരണം, ഉണർന്ന് പ്രവർത്തിക്കണം. മാതൃഹൃദയത്തിന് മാത്രമേ ലോകത്തിനും ജീവരാശിക്കും ഒരു പുനർജന്മം നൽകാൻ കഴിയുള്ളൂ. ലോകത്തിൽ മിക്ക സംസ്കാരങ്ങളിലും പുരുഷനെയാണ് ഈശ്വരനായിട്ട് കാണുന്നത്. നാം ഭാരതത്തിൽ മാതാവിനാണ് ഈശ്വരനായിട്ട് കാണുന്ന മാതാവിനാണ് സങ്കല്പപ്പെടുത്തിയിരിക്കുന്നത്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിദേവോഭവ എന്നാണല്ലോ വേദവാക്യം. ഏറ്റവും ആദ്യത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്ന അമ്മയ്ക്കാണ്. ഭാരതത്തിൽ മാതാവിനുള്ള സ്ഥാനം മറ്റു മിക്ക സംസ്കാരങ്ങളിലും ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവയെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മളിലേക്ക് ഉണരുകയും പുരുഷന് മാത്രം മുന്നേറാൻ കഴിയുന്ന ഒരു വൻവയാകാതെ സമൂഹം
സ്ത്രീയും പുരുഷനും ഒന്നിച്ച് മുന്നേറാൻ അനുവദിക്കുന്ന ഒരു ഹൈവേ ആക്കണം. കർമ്മയോഗിനികൾ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്നും കുടുംബമാണ് സമൂഹത്തിന്റെ അടിത്തറയെന്നും RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ മുഖ്യപ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടി. Karmayogini Sangamam, as it has already been told, is the expression of the Shakti, the power of mother, the womanhood. It is the manifestation of women's collective strength and will to render service to the society. It is very befitting that this Sangamam is being organized on the backdrop of tricentenary of Lokamata Ahilyadevi Holkar. പ്രശസ്ത ശാസ്ത്രജ്ഞയും നിഷ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ടെസി തോമസ് അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളുടെ കൂട്ടായ്മ സംരംഭമായ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷവും വിവിധ സ്ത്രീ ശാക്തീകരണ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. രാഷ്ട്രസേവനം നടത്തിയ പ്രഗത്ഭ വനിതകളെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനവും ചെയ്തു. അമ്മാവിൻ മുൻനിലയിൽ സേവാഭാരതി തെൻ തമിഴ്നാട്ടിൻ സാർബാக கர்மயோகினி சங்கமத்தின் மலர் வெளியிடப்படுகிறது. மலரை மேடையில் உள்ள சிறப்பு விருந்தினர்கள் அனைவரும் பெற்றுக்கொள்கின்றனர். വിവിധ ആത്മീയ കർമ്മ മണ്ഡലങ്ങളിലും ജീവകാരുണ്യ രംഗത്തും സേവനമനുഷ്ഠിക്കുന്ന വനിതകളെ പാദപൂജ നടത്തി ആദരിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. பாதபூஜை செய்த தாய்மார்களுக்கு அருளாசியானது நமது துறவியர் பெருமக்களால் வழங்கப்படுகிறது. இதோ அவர்கள் நமஸ்காரம் செய்து பாதபூஜை நிகழ்வானது இதோ நிறைவு நிலைக்கு வந்துள்ளது. RSS ശതാബ്ദി ആഘോഷങ്ങളുടെയും ലോകമാതാ അഹല്യാഭായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കർമ്മയോഗിനി സംഗമം നടന്നത്. അമൃത ന്യൂസ്, നാഗർകോവിൽ. കായിക വാർത്തകൾ നോക്കാം. രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ ലീഡിന്റെ ബലത്തിലാണ് വിദർഭ കിരീടം സ്വന്തമാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയ കേരള ടീമിന് വൻ വരവേൽപ്പ് നൽകാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കേരള ടീം നാളെ രാത്രി മടങ്ങിയെത്തും. ഫൈനൽ പോരാട്ടം സമനിലയിൽ പിരിഞ്ഞതോടെ രഞ്ജി ട്രോഫി കിരീടം വന്ന കേരളത്തിന്റെ സ്വപ്നം പൊലിഞ്ഞു. വിദർഭ കിരീടത്തിൽ മുത്തമിട്ടു. വിദർഭയുടെ 3ാം രഞ്ജി കിരീടമാണ് ഇത്. രണ്ടാം ഇന്നിംഗ്സിൽ വിദർഭ 9 വിക്കറ്റ് നഷ്ടത്തിൽ 375 റൺസ് എടുത്തു നിൽക്കെയാണ് മത്സരം സമനിലയിൽ പിരിയാൻ തീരുമാനിച്ചത്. ഒന്നാം ഇന്നിംഗ്സിൽ വിദർഭ നേടിയ 37 റൺസിന്റെ ലീഡാണ് അവരെ കിരീടത്തിലേക്ക് നയിച്ചത്. വിദർഭ ഒന്നാം ഇന്നിംഗ്സിൽ 379 റൺസിൽ പുറത്തായിരുന്നു. എന്നാൽ കേരളം 342 റൺസിൽ ഓൾ ഔട്ടായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരം കരുൺ നായരുടെ മികവിലാണ് വിദർഭ കേരളത്തിനെതിരെ കൂറ്റൻ ലീഡിലേക്ക് കുതിച്ചത്. കേരളത്തിനായി ആദിത്യ സർവാദെ 4 വിക്കറ്റുകൾ നേടി. നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടുവാനുള്ള കേരളത്തിന്റെ ശ്രമം വിജയിച്ചില്ല. ക്യാപ്റ്റൻ സച്ചിൻ ബേബി സെഞ്ചുറിക്ക് 2 റൺസ് അകലെ വീണതോടെ കേരളത്തിന്റെ പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിച്ചിരുന്നു. പിന്നാലെ വിശ്വസ്ത താരം ജലക് സക്സേനയും മടങ്ങിയതോടെ പ്രതീക്ഷ പൂർണ്ണമായി തീർന്നു. 18 റൺസ് ചേർക്കുന്നതിനിടയിലാണ് കേരളത്തിന് അവസാന 4 വിക്കറ്റുകൾ നഷ്ടമായത്. വിദർഭ സീസണിലെ ഫൈനൽ ഉൾപ്പെടെ 10 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് സമനില വഴങ്ങിയത്. ബാക്കി എല്ലാ മത്സരങ്ങളും വിജയിച്ച് കിരീട നേട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ സീസണിൽ 960 റൺസ് നേടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി യഷ് റാത്തോഡ്. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ഡാനിഷ് മലേവറാണ്. 69 വിക്കറ്റുകൾ നേടിയ ഹർഷ് ദുബെയാണ് പ്ലെയർ ഓഫ് ദ സീസൺ. കേരളം ഒരു കളിയും തോൽക്കാതെയാണ് രഞ്ജിയിലെ ഈ സീസൺ അവസാനിപ്പിക്കുന്നതും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യ സെമിയിൽ. ന്യൂസിലാൻഡിനെ 44 റൺസിനാണ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് നേടി. 79 റൺസ് നേടിയ ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ ഭേദപ്പെട്ട സ്കോർ നേടിയത്. അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യ മികച്ച പിന്തുണ നൽകി. ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെ മികച്ച ഫീൽഡിങ്ങിലൂടെയാണ് ന്യൂസിലാൻഡ് കീഴടക്കിയത്. അതേസമയം മറുപടി ബാറ്റിംഗിൽ വരുൺ ചക്രവർത്തിയുടെ ബൌളിംഗ് മികവിൽ ന്യൂസിലാൻഡിനെ 205 റൺസിന് ഇന്ത്യ കീഴടക്കി. 81 റൺസ് എടുത്ത കെയ്ൻ വില്യംസിന് മാത്രമാണ് പിടിച്ചു നിൽക്കാനായത്. ചൊവ്വാഴ്ച ദുബായിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.